ഓം ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 24/7/2025. നമുക്ക് ചിന്തിക്കാം. സത്ത, സത്യം, ഞാൻ ഇവയെപ്പറ്റി ചിന്തിക്കാം. ഇവ എന്താണ്? ഇവ മൂന്നാണോ? ഞാനും ഇവയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി ബന്ധമുണ്ടെങ്കിൽ ഇവയെ ബന്ധിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കാം? ഇനി ബന്ധമുണ്ടെങ്കിൽ അവിടെ മനസ്സിൻ്റെ പങ്ക് എന്തായിരിക്കാം? ഉത്തരം അറിയുവാൻ ആഗ്രഹിക്കുന്നവൻ ചിന്തിക്കും. ഇനി ഉത്തരം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലോ ആഗ്രഹമില്ലെങ്കിലോ ചിന്തിക്കുക എന്നത് മെനക്കേടായി തോന്നുന്നവർക്ക് എന്തിന് ചിന്തിക്കണം എന്ന് തോന്നാം. ഈ സമ്മിശ്ര വികാരങ്ങൾ മനസ്സിൻ്റേതാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഒരു ഘടകം കൂടി വന്നല്ലോ. സത്ത, സത്യം, ഞാൻ, മനസ്സ്. അപ്പോൾ ഇതിന് ഒരു ഉത്തരം പറയേണ്ടി വരില്ലേ? രണ്ടു രീതിയിൽ ഉത്തരത്തിലെത്താം. ശരിയായ രീതിയിൽ യുക്തി വിചാരം ചെയ്യുക എന്നത്, അതായത് വിവേകബുദ്ധി ഉപയോഗിക്കുക എന്നത്, അല്ലെങ്കിൽ ഒരു നിരീക്ഷകനാവുക എന്നത്. അപ്പോൾ തോന്നാം, നിരീക്ഷകൻ ആകുന്നതല്ലേ നല്ലത് എന്ന്. ഓർക്കുക, മനസ്സിൻ്റെ സ്വാധീനം ഒട്ടുമേ ഇല്ലാതെ വേണം നിരീക്ഷകനാവുക എന്നത്. മനസ്സുള്ളപ്പോഴും അവിടെ നിരീക്ഷകന് നിലനിൽക്കാമല്ലോ. ഇനി അടുത്തത്, മനസ്സുള്ളതിനാൽ വിവേകബുദ്ധി ഉയർത്തി ചിന്തിക്കുക എന്നത്. ഇവയിൽ ഏതെങ്കിലും സാധകൻ ചെയ്താലേ അവന് വ്യക്തത വരികയുള്ളൂ. കണ്ടോ, ചിന്തിക്കേണ്ട എന്ന് ചിന്തിച്ചാലും ചിന്തിക്കേണ്ടി വരുന്നു. ചിന്തിക്കണ്ട എന്ന തീരുമാനം പോലും എടുക്കുന്നത് ചിന്തിച്ചിട്ടാണ്. മനസ്സ് നമ്മളിൽ തെറ്റിദ്ധാരണകളുടെ പർവ്വതം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിവേകചിന്തയോ നിരീക്ഷണമോ അവിടെ അനിവാര്യമായി മാറുന്നു. മനസ്സിൻ്റെ സ്വാധീനം കൂടിയിരിക്കുന്നവർക്ക് വിവേകബുദ്ധിയെ കൂട്ടുപിടിക്കാം. എന്നാൽ ഇനി മനസ്സിനെ മാറി നിന്ന് നോക്കുവാൻ സാധിക്കുന്നവന് വേഗം നിരീക്ഷകനായി മാറാം. എന്തായാലും വിവേകബുദ്ധി വേണ്ടിവരും ഒരാൾക്ക് നിരീക്ഷകനിൽ എത്തിച്ചേരാൻ. തൽക്കാലം വിവേകബുദ്ധിയുടെ ഉയർന്ന ബോധതലമായി നിരീക്ഷകനെ കാണുക. ഇപ്പോഴും നമ്മൾക്ക് സത്ത, സത്യം, ഞാൻ, മനസ്സ് എന്നിവയെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുവാനാവില്ല. കാരണം നിരീക്ഷകൻ്റെയും വിവേകബുദ്ധിയുടെയും അഭാവം, മനസ്സിൻ്റെ സ്വാധീനം, മനസ്സിൻ്റെ കടന്നുകയറ്റം. ഈ സത്യം നാം അംഗീകരിക്കണം, അല്ലേ? അംഗീകരിക്കുവാൻ തയ്യാറായാൽ രണ്ടു ചിന്തകൾക്ക് ഉത്തരമായി. ഏതെല്ലാം? മനസ്സ്, സത്യം എന്ന രണ്ടു ചിന്തകൾക്ക്. ഇനി അവശേഷിക്കുന്നത് രണ്ടെണ്ണം. അത് ഞാനും പിന്നെ സത്തയും. ഇവ ഒന്നാണോ അതോ രണ്ടാണോ എന്ന്. ഒന്നാണെങ്കിൽ പിന്നെ നമ്മൾ മറ്റു പ്രയത്നങ്ങൾ ചെയ്യുന്നത് എന്തിന്? എല്ലാ പ്രയത്നങ്ങളും നിർത്താത്തത് എന്തിന്? അപ്പോൾ ഒന്നാണ് എന്ന് അനുഭവത്തിൽ വന്നിട്ടില്ല. ഒന്നാണ് എന്ന് വെറുതെ പറഞ്ഞിട്ടോ മറ്റാരെങ്കിലും പറഞ്ഞത് അറിഞ്ഞിട്ടോ കാര്യമില്ല. ഒന്നാണെന്ന അനുഭവം കിട്ടാത്തിടത്തോളം വാക്കുകളാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? മറ്റൊരാളുടെ വാക്കുകൾക്ക് എന്ത് പ്രസക്തി? സ്വയം അറിയാതെയും എന്നാൽ മറ്റൊരാളുടെ വാക്കിൽ താൽക്കാലികമായി വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, മനസ്സ് പ്രബലമായിരിക്കുമ്പോൾ ഇവ അവനിൽ വലിയ സംഘർഷം സൃഷ്ടിക്കുന്നു. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ സ്വയം അറിഞ്ഞേ തീരൂ, അനുഭവപ്പെടണം. അവിടെയാണ് ഒരു സാധകന്റെ വ്യക്തത. നിരീക്ഷകന്റെയോ വിവേകബുദ്ധിയുടെയോ സാന്നിധ്യം അവനിൽ ഉറപ്പിക്കേണ്ടതാണ്.
അതിനാണല്ലോ സാധന. അല്ലാതെ സാധന വെറും ചടങ്ങായി ചെയ്തു കൂട്ടേണ്ട ഒന്നാണോ? വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാം. സത്ത, സത്യം, ഞാൻ, മനസ്സ്, ഇവ എന്താണ്? ഇവ ഓരോന്നും ഞാനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പോഴത്തെ അനുഭവത്തിൽ ഞാൻ സത്യവുമായോ ബന്ധപ്പെട്ടിരിക്കുന്നില്ല. പക്ഷേ മനസ്സുമായി മാത്രമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ബോധ്യമായില്ലേ? അതറിയുന്നതാണ് സത്യം. അതറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സത്യത്തെ അറിയൽ. അതറിയുന്നത് നിരീക്ഷണമോ വിവേകബുദ്ധിയോ വഴി. നിരീക്ഷണം ഈ നിമിഷത്തിൽ സംഭവിക്കുമ്പോൾ വിവേകബുദ്ധി പലർക്കും ഈ നിമിഷത്തിൽ സംഭവിക്കാറില്ല. ഒരു സംഭവത്തിന് ശേഷമോ മറ്റോ ആയിരിക്കാം സംഭവിക്കാറ്. എന്നാൽ വിവേകബുദ്ധിക്ക് മനസ്സ് ഈ നിമിഷത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ നിമിഷത്തിൽ പ്രവർത്തിക്കുന്ന നിരീക്ഷകനിൽ അവൻ എത്തിച്ചേരൂ. പിന്നെ സത്ത എന്താണ് എന്ന് അറിയാൻ വേറെന്ത് വേണം? മനസ്സാണ് ഞാൻ എന്നതിൽ നിന്ന് അനുനിമിഷം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സത്യം എന്നറിഞ്ഞ്, അതായത് ഞാൻ സത്യം അറിഞ്ഞു കഴിഞ്ഞു എന്ന ഒന്നില്ല. അത് അറിഞ്ഞുകൊണ്ടിരിക്കലാണ് സത്യം എന്നറിഞ്ഞ്. അതായത് അറിഞ്ഞു കഴിഞ്ഞു എന്നത് ഭൂതകാലമാണ്. സത്യത്തിന് ഭൂതകാലം മാത്രമല്ല ഉള്ളത്, അത് 3 കാലത്തിലും ഉള്ളതാണ്. അതിനാൽ ഞാൻ സത്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നറിയണം. അത് വിവേകബുദ്ധിയാലും നിരീക്ഷകനാലും അറിയണം. അപ്പോഴാണ് ആ ഞാനിനെയും സത്തയെയും നിരീക്ഷകൻ ബന്ധപ്പെടുത്തി തരുന്നത്. നിരീക്ഷകനാണ് ഞാനിനെ മനസ്സിൽ നിന്നും ശുദ്ധമാക്കി തരുന്നത്. അതുവഴി ഹൃദയം ശുദ്ധമാകും. ആത്മീയ ഹൃദയം ലഭിക്കും. അവിടെ പ്രയത്നമില്ല. ഇനി മറ്റൊന്നായി മാറുവാനുള്ള പ്രയത്നം ഇല്ല. മറ്റൊന്നായി മാറേണ്ടതായി ഇല്ല എന്ന വിവേകബുദ്ധിയും ഉണ്ടായതിനാൽ സത്യത്തെ അറിയുന്നു. അങ്ങനെയുള്ള ഞാനിന് മാത്രമേ സത്തയെ അറിയാനാവൂ. ആ ഞാനാണ് സത്താണ് എല്ലാം എന്നറിയുന്നത്. അപ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നത്, ആഗ്രഹിക്കാതിരിക്കുന്നത്, ആശയങ്ങളിൽ പെടാതിരിക്കുന്നത്. അപ്പോൾ മാത്രമേ സത്തയും സത്യവും ഞാനും മനസ്സും എവിടെ നിലനിൽക്കുന്നു എന്ന് കൃത്യമായി ചിന്തകൻ മനസ്സിലാക്കുന്നുള്ളൂ. ഹരി ഓം. ഇന്നത്തെ, അതായത് 24 ജൂലൈയില് വൃത്തത്തിലെ ശൂന്യതയില് സത്യം ഞാൻ ഇതിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം ഗുരുജി എനിക്കിത് കേട്ടപ്പം എനിക്ക് തോന്നിയത് ഇതൊരു നമ്മൾ കടന്നു പോകേണ്ട പല സ്റ്റേജസ് ആണ്. ഒരു കോവേണിപ്പടി പോലെ നമ്മൾ ഇങ്ങനെ ഇട്ട് തന്നിരിക്കുന്ന ഗുരുജി നമുക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് വരുന്നത്. ആ പടികളെല്ലാം കയറി പോകേണ്ടതാണ്, സത്തയിലോട്ടാണ് പോകേണ്ടത്. സത്തയെക്കുറിച്ച് കൂടുതൽ ഇവിടെ ഈ ഡിസ്കഷനിൽ കാണില്ല. കാരണം നമ്മൾ അത് അനുഭവിച്ചവരായിരിക്കില്ല അതുകൊണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ആദ്യത്തെ ഇതിനകത്ത് തുടങ്ങിയത് ഗുരുജി പല ചോദ്യ രൂപേണാണ് ഈ ടോക്ക് തുടങ്ങിയത്. അതായത് സത്യം, ഞാൻ, ഇവ എന്താണ്, ഇവ മൂന്നാണോ, പിന്നെ ഞാനും ഇവയും പിന്നെ തമ്മിലുള്ള ബന്ധമുണ്ടോ, ഒരു മൂന്നാമത്തെ ഒരു ചോദ്യം. നാലാമത്തെ, ഉണ്ടെങ്കിൽ ഇവയെ ബന്ധിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും, നാലാമത്തെ ഒന്ന്. പിന്നെ അത്ര ഇതാണ് മുഖ്യമായിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ
നമ്മളിത് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഈ ഓരോ പോയിന്റ്സും ആൻസർ ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇതിന് ഉത്തരം നൽകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ചിലർ ചിന്തിക്കും, ചിലർ കുറച്ച് സമയം എടുക്കും, അവർക്ക് അതിന് ആഗ്രഹമില്ല, ചിന്തിക്കാനുള്ള ഒരു ചിലപ്പം ആഗ്രഹക്കുറവ് കാണും, അതുകൊണ്ട് ചിന്തിക്കണം എന്നുള്ളൊരു രീതിയിൽ നിൽക്കും. എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ഫീലിങ്സ് റിഗാർഡിങ് ഫൈൻഡിങ് ദ ആൻസർ, എന്തായാലും അവർക്ക് ചിന്തിക്കുന്ന ഒരു ഘടകം അവിടെ വരുമ്പോൾ മനസ്സിന്റെ കാര്യം വരും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നാലാമത്തെ ഒരു ഘടകവും ഇതിനകത്ത് വരുന്നത്. സത്യം ഞാൻ മാത്രമല്ല, മനസ്സും വരും. അപ്പം ഇതെല്ലാം ആയിരിക്കും, ഈ 4 ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മേൽപ്പറഞ്ഞ 4 കാര്യത്തിന് ഉത്തരം 2 രീതിയിൽ കൊടുക്കാം. അതായത് അതാണ് വേണ്ടത്. അത്യാവശ്യം ആ 2 തലത്തിൽ നിന്നാലേ ഉള്ളൂ, ആ 2 രീതിയിൽ നിന്നാലേ ഉള്ളൂ, ആ 2 അപ്രോച്ച് എടുത്താലേ ഉള്ളൂ നമുക്ക് ഈ കാര്യത്തിനൊക്കെ ആൻസർ കിട്ടുന്നത്. അതായത് ശരിക്കുള്ള ആൻസർ കിട്ടുന്നത്. ഒരു രീതി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം മനസ്സിന്റെ കാര്യമായിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യും, ചിന്തിക്കണമല്ലോ. അപ്പൊ ആദ്യത്തെ ആ ഘടകം മനസ്സ് നമുക്ക് എടുക്കാം. ഈ മനസ്സ് പിന്നെ പറയുന്നത്, അത് പിന്നെ ചോദിക്കുന്നുണ്ട് അത് എന്താണെന്ന്. അത് ഒരു സാധകന്റെ ഒരു തലമാണ്. അത് മറ്റേതിൽ നിന്നും വ്യത്യസ്തമാണോ, അതിന്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടി നോക്കുമ്പം ആ ഫങ്ഷനാലിറ്റിയിൽ വ്യത്യാസം ഉള്ളതും കൊണ്ട് 3 പോലെ തോന്നും. പക്ഷെ ഇതെല്ലാം വിതിൻ ഒരു സാധകന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. മനസ്സും ഞാനും സത്യം. അപ്പോൾ ഇതിന് ആദ്യം മനസ്സിന്റെ കാര്യം മനസ്സിലാക്കാനായിട്ട്, അതായത് ചിന്തിക്കണമല്ലോ, അതുകൊണ്ട് ആ മനസ്സിന്റെ ഫാക്ടർ നമ്മൾ എടുക്കണം. അപ്പൊ ഇതിനെക്കുറിച്ച്, ആ മനസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഒരു ഹയർ ലെവലിലോട്ട് പോയാലേ ഉള്ളൂ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ 2 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞതിൽ ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വിവേചിച്ച് അറിയാൻ പറ്റുന്ന ആ യുക്തിയുടെ ഇതിലാണ് നമ്മൾ വിചാരം ചെയ്യണം. ഒരു മെത്തേഡ് അതാണ്. ശരിയായ രീതിയിൽ യുക്തി വിചാരം ചെയ്ത്, അതായത് വിവേകബുദ്ധി ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിരീക്ഷകൻ ആവുക. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പിന്നെ നമ്മുടെ മനസ്സിന്റെ പിന്നെ മനോവൃത്തികളും മനസ്സിന്റെ ആക്ടിവിറ്റി, അതിനകത്ത് വരുന്ന ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം അവിടെ നിരീക്ഷിക്കുക. അത് ഒരു തലം. പിന്നെ വേറെ ഒരു രീതിയിൽ, തലമല്ല, ഒരു രീതി, രണ്ടാമത്തെ രീതി വിവേകബുദ്ധി ഉയർത്തി ചിന്തിക്കുക എന്നത്. അപ്പൊ നിരീക്ഷണ ലെവലില് അത്രയും നമുക്കിപ്പം ചില സാധകർ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം അവർക്ക് ആ തലത്തിലോട്ട് എത്തണമെങ്കിൽ 2 കാര്യം ചെയ്യണം. മൈൻഡിനെ സൈലന്റ് ആക്കണം. പിന്നെ ആ വിവേകബുദ്ധി ഈ നിമിഷത്തിൽ നിന്ന് മൈൻഡിനെ സൈലന്റ് ആക്കിയിട്ട് പിന്നെ ധ്യാനാത്മക മനസ്സ് വന്നിട്ട് പിന്നെ ഉള്ളൂ ആ വിവേകബുദ്ധിനെ, പിന്നെ നിരീക്ഷകനെയും നമുക്ക് പിന്നെ നിരീക്ഷണ ലെവലിൽ എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് അത് പറ്റിയില്ലെങ്കിൽ എന്നാലും ഒരു നമുക്കുണ്ടല്ലോ ഒരു ഹയർ ഒരു ഇന്റലിജൻസ് ഉള്ളതാണ്, വിവേചിച്ചറിയാനുള്ള ഒരു ആ എബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ വിവേകബുദ്ധി ഉയർത്തി ചിന്തിക്കുക, അതും ഒരു രണ്ടാമത്തെ രീതിയാണ്. അപ്പൊ ഈ 2 രീതി ഉപയോഗിച്ച്, അതായത് മനസ്സുള്ളപ്പോഴും അവിടെ നിരീക്ഷണം നിലനിൽക്കണം. ആ ഒരു ലെവലിൽ പോവുക. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഈ വിവേകബുദ്ധി ഉയർത്തുക. അപ്പോൾ ഇത് 2 വേണം. പിന്നെ
അലേർട്ട് അല്ലെങ്കിൽ, ജാഗ്രത അല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ആ നിരീക്ഷകന്റെ തലത്തിലോ ഉയർന്ന ബുദ്ധിയിൽ നിന്ന് ഈ നിരീക്ഷകന്റെ ലെവൽ നല്ലതാണ്. ബിക്കോസ് നമ്മൾ ഈ നിമിഷത്തിൽ നിൽക്കും, അതാണ് അതിന്റെ ഗുണം. ഈ നിമിഷത്തിൽ നിൽക്കുമ്പോൾ, പ്രസന്റിൽ നിൽക്കുമ്പോൾ, പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും പോകാതിരിക്കുമ്പോൾ വളരെ അലേർട്ടായിരിക്കും പ്രസന്റിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അലേർട്ട് അല്ലാതെ വിവേകബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലേർട്ട് അല്ലെങ്കിൽ, ജാഗ്രത അവസ്ഥയിൽ അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ നിരീക്ഷണത്തിന്റെ ലെവലിൽ ചെന്ന നിരീക്ഷണങ്ങളുണ്ട്. പക്ഷേ ഈ മനസ്സ് പിന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുജി ആ ടോക്കിൽ പറഞ്ഞിരുന്നു, നിരീക്ഷകനെ ഉണർത്തുക എന്ന തലത്തിൽ നമ്മൾ മാറുമായിരിക്കാം, പരിണമിക്കും. പക്ഷെ വീണ്ടും കാര്യങ്ങൾ എല്ലാം തകിടം മറിയുന്നു എന്ന് ഇന്നലെ ഒരു ടോക്കിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ നിരീക്ഷകൻ ഉണ്ടെങ്കിലും പിന്നെ മൈൻഡിനെ ആ ജാഗ്രത അവസ്ഥയിൽ നിന്നില്ലെങ്കിൽ, പ്രസന്റിൽ നിന്നില്ലെങ്കിൽ, ഓരോരോ പ്രവൃത്തി ചെയ്യുന്നതിൽ ഫുള്ളി എൻഗ്രോസ്ഡ് ആയിട്ടിരുന്ന പ്രസന്റ് നിന്നില്ലെങ്കിൽ, വേറെ ചിന്തകൾ കയറി വന്നാൽ നിരീക്ഷകൻ ഉണ്ടെങ്കിലും ചിലപ്പം മൈൻഡ് വിൽ ഗോ ഔട്ട് ഓഫ് കൺട്രോൾ, നമ്മുടെ പിടിൽ നിൽക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും രണ്ട് ചെയ്താൽ അപ്പോഴേ വ്യക്തത വരികയുള്ളൂ ഈ മനസ്സിനെ കുറിച്ച്. മനസ്സ് ചിന്തിക്കും, അല്ലാതെയും ചിന്തകളുടെ പ്രവാഹമാണ്. തെറ്റിദ്ധാരണകൾ ഇഷ്ടം പോലെ ഉള്ളതാണ്. അതുകൊണ്ട് വിവേകബുദ്ധി അല്ലെങ്കിൽ നിരീക്ഷകൻ അനിവാര്യമാണ്. മനസ്സ് പ്രബലമായി നിൽക്കുന്നവർക്ക്, അതാണ് ആ ഒരു ഗൈഡൻസ് കുറിച്ച് കൊടുക്കുന്നുണ്ട്. മനസ്സ് പ്രബലമായി നിൽക്കുന്നവർക്ക് വിവേകബുദ്ധി കൂട്ടുപിടിക്കാം. മറിച്ച് മനസ്സിനെ മാറി നിന്ന് നോക്കുവാൻ സാധിക്കുന്നവന് വേഗം നിരീക്ഷകനായി മാറാം. അത് ആ കഴിവ് വരുന്നത് പരിശീലനം കൊണ്ടാണ്. വർഷങ്ങളായിട്ട് സാധന ചെയ്യുന്ന ഈ നിരീക്ഷണം ചെയ്യുന്ന, അതായത് ധ്യാനം ചെയ്യുമ്പോൾ, അവരവരുടെ ഭവനത്തിലിരുന്ന് ഈ ധ്യാന പരിശീലനം ചെയ്യുമ്പോൾ പിന്നെ ആ പിന്നെ ഉന്നത ബുദ്ധി അല്ലെങ്കിൽ വിവേചിച്ചറിയുന്ന ആ ബുദ്ധി ഉപയോഗിച്ച് നിരീക്ഷണം ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യത്തോട് ശ്രദ്ധിച്ച് കാണും. മറ്റേ ആ സൈലന്റ് സോണിലല്ല നിൽക്കുന്നത്, വേറെ മനസ്സിൽ പലതും കയറി വരുന്നുണ്ടെങ്കിൽ അത് അവര് അവെയറായിരിക്കും അബൌട്ട് ദാറ്റ്. പക്ഷെ പിന്നെ ഒരു കാര്യത്തോട് അവരുടെ ആ ഒരു പിന്നെ ധാർമ്മിക ആ ജീവിതത്തിൽ നിന്നും ഗുരു പഠിപ്പിച്ച ആ പിന്നെ എന്താണ് മെസ്സേജസിൽ നിന്നും അതിൻ്റെ ആ പ്രാമാണികത്വത്തിൻ്റെ ബേസിസിലും മുഖ്യമായിട്ട് അത് ആ ലെവലിൽ ആ പ്രാമാണികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വന്ന ചിന്ത റെലവൻ്റ് ആണോ ശരിയാണോ എന്ന് നിരീക്ഷിച്ച് അതിൽ ഒട്ടാതിരിക്കാൻ ഉള്ള ആ പരിശീലനം അവർ വർഷങ്ങളായിട്ട് ചെയ്തു കാണും. ഇവിടെ വന്ന ശിഷ്യന്മാർ 20-25 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പം അവര് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തു കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് മാറി നിന്ന് ഈ മനസ്സിനെ കാണാൻ പറ്റുന്നതാണെങ്കിൽ അവര് ഈ പിന്നെ നിരീക്ഷകനെ പിടിച്ചാൽ മതി. അപ്പോൾ നിരീക്ഷകനോ അല്ലെങ്കിൽ വിവേക ബുദ്ധി ഉപയോഗിക്കണം. ഈ രണ്ടിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ആ മനസ്സിനെ നിരീക്ഷിക്കണം. അപ്പോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ഗുരുജി പറയുന്നുണ്ട് അതിനകത്ത് നിരീക്ഷണം എന്ന് പറയുന്നത് വിവേകബുദ്ധിയുടെ ഒരു നിരീക്ഷകൻ എന്ന് പറയുന്നത് വിവേകബുദ്ധിയുടെ ഉയർന്ന ബോധ തലമാണെന്ന് വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുക. ഇപ്പൊ ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം അപ്പൊ മനസ്സിനെ അറിയണമെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പോൾ മനസ്സെന്താണ്? മനസ്സിൻ്റെ
പ്രബലതയും. അപ്പൊ ഇത് അറിയണമെങ്കിൽ എന്തോ വേണം, നമ്മളൊരു കാര്യം നമ്മളുടെ ഉള്ളിലും അത് ചെയ്യണം. നമ്മുടെ മനസ്സിനെ നമ്മളാണ് പഠിക്കേണ്ടത്. അപ്പൊ പ്രാക്ടിക്കൽ ഉണ്ട് അവിടെ, അത് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ വേർഡ്സ് മാത്രം ഉപയോഗിച്ച് നമ്മൾ ഇത് ചർച്ച മാത്രം ചെയ്താൽ പോരാ, അവരവരുടെ ആ പ്രാക്ടീസിൽ ഇത് ഇംപ്ലിമെന്റും ചെയ്യേണ്ടതാണ്. അപ്പൊ മനസ്സിന്റെ പ്രബലതയും സ്വാധീനവും വിവേകബുദ്ധിയുടെയും നിരീക്ഷകന്റെയും ഇല്ലായ്മ അല്ലെങ്കിൽ കുറവ്, ഇതെല്ലാം കൊണ്ട് ഇപ്പൊ പ്രബലത ഉണ്ട്. മനസ്സിന് പ്രബലതയും സ്വാധീനം വളരെ ഏറാണ്. വിവേകബുദ്ധിയും നിരീക്ഷകന്റെ കുറവും അല്ലെങ്കിൽ ഇല്ലായ്മ, അതായത് അഭാവം. അങ്ങനെ വരുമ്പം എന്തോ സംഭവിക്കും? പിന്നെ ഈ പറഞ്ഞ 4 കാര്യങ്ങളെ കുറിച്ച് ധാരണയില്ലാതെ വരും. അതായത് ഈ പറഞ്ഞ ആ സത്യം, ഞാൻ മനസ്സിനെ കുറിച്ച് പോലും ഒരു ധാരണയില്ലാതെ വരും. അപ്പൊ ഒരു ശിഷ്യൻ ആ തലത്തിൽ അവനെ നിരീക്ഷിക്കുമ്പം, പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പം, അങ്ങനാണെങ്കിൽ അത് ഒരു സത്യമാണ്. അപ്പൊ അവന്റെ മനോതലത്തിനെ കുറിച്ച്, ഞാൻ മനസ്സായിട്ട് നിൽക്കുമ്പം എൻ്റെ മനസ്സ് ഇങ്ങനെയാണ്, ആ ഒരു സത്യം അത് തിരിച്ചറിയുക, അതിനകത്തെ ഉള്ളടക്കം, കണ്ടൻസ് എന്താണ്, അതൊരു സത്യമാണ്. എൻ്റെ മനസ്സിലെ ഉള്ളടക്കം ഇതാണ്. മനസ്സിനെ കുറിച്ച് എനിക്ക് ശരിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് ഒരു സത്യം, അതൊരു സത്യമാണ്. അപ്പോഴത്തെ സത്യം ഒരു പറയത്തില്ലേ, ഓരോ സാധകന്റെയും പിന്നെ ആസ് ഇസ് ക്രോസ് ഗോയിങ് ത്രൂ ദറ്റ് സാധന പീരിയഡ്, മാറുന്ന മനസ്സനുസരിച്ച് ആ സത്യങ്ങളും അപ്പോഴത്തെ ആ അവനവനെ കുറിച്ചുള്ള ആ ഇവാലുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള അവയർനെസ് ആയിക്കോട്ടെ, അവന്റെ ആ സത്യം മാറിക്കൊണ്ടിരിക്കും. ആ സത്യം അത് സത്യമാണ്, ഞാൻ നിലനിൽക്കുന്ന ആ ഒരു സത്യമാണ്, അത് അംഗീകരിച്ചാൽ മതി. അപ്പോ ആ രണ്ടാമത്തെ മനസ്സ് കഴിഞ്ഞിട്ട് ഞാനിനെ കുറിച്ചുള്ളൊരു ഡെഫിനിഷൻ. പക്ഷെ ഇതെങ്ങനെയാ വന്നെത്തിയത്? ഓർത്തോണം, വിവേകബുദ്ധി അല്ലെങ്കിൽ എന്താണ് മറ്റേ നമ്മുടെ നിരീക്ഷകൻ, ഇവര് രണ്ടുപേരുടെയും പ്രസൻസിലാണ് മൈൻഡിനെ നിരീക്ഷിച്ചിട്ട് ഈ ഒരു നിഗമനത്തിൽ എത്തുവാണെങ്കിൽ, മീൻസ് അനുഭവിച്ചറിയണം. അതുകൊണ്ട് അനുഭവിച്ചറിയണം മനസ്സിനകത്ത് എന്താണോ ഉള്ളത് എന്നുള്ളൊരു കാര്യം. ആ സത്യത്തിൽ വരുമ്പം അവിടെ മനസ്സെങ്ങനെ അറിഞ്ഞോ, എന്താണെന്നറിഞ്ഞോ, ആ അവസ്ഥ, ആ മനസ്സിന്റെ അവസ്ഥ, അതിന്റെ ആ സത്യം അറിഞ്ഞതും എല്ലാം ഈ രണ്ട് രീതിയിലാണ്. പല സാധകർ പല രീതിയിലാണ്. അപ്പൊ ഈ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന അപ്പൊ നോക്കുമ്പം വിവേകബുദ്ധി അല്ലെങ്കിൽ നിരീക്ഷകൻ, അത് ഓർത്തോണം. പിന്നെ ഇനിയും ആൻസർ ചെയ്യേണ്ടേ നമുക്ക് സത്യമില്ല, പിന്നെ അതെ, ഞാൻ പിന്നെ സത്ത, ഇത് രണ്ടുമാണ് ഇനിയും വേണ്ടത്. അപ്പോ പിന്നെ സത്തയും ഞാനും രണ്ടും പിന്നെ അറിയാത്തത് കൊണ്ടാണ് സാധന അല്ലെങ്കിൽ പ്രയത്നത്തിൽ ഏർപ്പെടേണ്ടത്. സത്തയെ അറിയാൻ പാടാണ്. ഞാനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് ധാരണ കിട്ടുമായിരിക്കും. അപ്പൊ ഇത് രണ്ടും പൂർണ്ണമായിട്ട് അറിയാത്തത് കൊണ്ട് സാധനയിൽ ഏർപ്പെടുന്നു. അവിടെ പ്രയത്നമുണ്ട്. ഇന്ന് ശരജി ഒരു പോസ്റ്റിംഗ് ഇട്ടായിരുന്നല്ലോ പ്രയത്നത്തെ കുറിച്ച്. അത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ ഒരു സ്റ്റേജ് വരെ. വിറ്റ്നസറിനെ ആ ലെവൽ, വിറ്റ്നസർ, പെർസീവർ അല്ലെങ്കിൽ പിന്നെ നിരീക്ഷിക്കുന്നവൻ, വിറ്റ്നസർ, പെർസീവർ, ആ ലെവൽ വരെ എത്തുന്നവരെ പ്രയത്നം വേണം. അല്ലാതെ പറ്റില്ല. അത് ആരെ ഏൽപ്പിച്ചാലും പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടെ ആന്തരിക ആ മനോതലവും നമ്മൾ ഏത് തലത്തിൽ നിൽക്കുന്നത്, ആ പ്രസന്റ് മൂവ്മെന്റിൽ എങ്ങനെ നിൽക്കുന്നതുള്ള സത്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അറിയാത്തതും കൊണ്ടാണ് സാധന ചെയ്യുന്നത്. ഇപ്പൊ രണ്ടും ഒന്നാണെന്ന് ഗുരുവിൽ നിന്ന് കേട്ട് അറിഞ്ഞു കാണും, അല്ലെങ്കിൽ അതിൽ നമ്മൾ വിശ്വസിക്കുമായിരിക്കും.
പക്ഷെ ഞാൻ സത്തയെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല, നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അനുഭവിച്ച് അറിയാത്തത് കൊണ്ട് സംഘർഷവും പിന്നെ ഈ സത്തയെക്കുറിച്ചുള്ള കേട്ടറിവുകളിൽ നിന്നും തെറ്റിദ്ധാരണകൾ, ആശയങ്ങളും ഒക്കെ നമ്മളെ ആശയക്കുഴപ്പത്തിൽ ആക്കും. പിന്നെ ഈ മനസ്സ് പ്രബലമാകുമ്പോൾ ആണെങ്കിൽ ഈ അവസ്ഥ ഉറപ്പാണ്. അതായത് ഒരാളുടെ മൈൻഡ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഈ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. മനസ്സിന്റെ ഈ അവസ്ഥയിൽ കുടുങ്ങാതെ ഇരിക്കാൻ സാധന വഴി നിരീക്ഷകനെ തിരിച്ചറിഞ്ഞ് സജീവമായ നിരീക്ഷണം ചെയ്യുമ്പോൾ എന്നെ ആരാണെന്ന് അനുഭവിച്ച് അറിയും. പക്ഷെ ഒരു കാര്യമാണ്, നമ്മൾ ചെന്നെത്തുന്ന ആദ്യം നിരീക്ഷകന്റെ തലത്തിലാണ്. നിരീക്ഷകൻ സത്തയോട് ചേർന്നിരിക്കുന്നതാണ്. അപ്പൊ നിരീക്ഷകന്റെ ആ ലെവലിലോട്ട് എത്തിയാൽ അവിടെ ദീർഘകാലം നമ്മുടെ ആ ശാന്തനായിട്ട്, അവിടെ എത്തുമ്പം ശാന്തത ഉണ്ടാവും എന്നാ പറയും. ആ ശാന്തനായിട്ട് ദീർഘകാലം പ്രാക്ടീസ് ചെയ്തിരുന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഗുരുകൃപയും ഈശ്വരകൃപയാൽ എങ്ങനെങ്കിലും അത് സത്യ എന്താണെന്ന് അന്ന് നിരീക്ഷകനും ഗുരുവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു സാധകൻ നിരീക്ഷകന്റെയോ വിവേകബുദ്ധിയുടെയോ സാന്നിധ്യം ഉറപ്പിക്കേണ്ടതാണ്. അതിനാണ് സാധന ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത്രയും പറഞ്ഞതിന് ശേഷം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ ലാസ്റ്റ് പാർട്ടിലോട്ട് നമുക്ക് പാരഗ്രാഫിലോട്ട് പോവാം. അപ്പൊ ഗുരുജി പറയുന്നത് ഈ ചോദ്യം സത്ത, സത്യം, ഞാന്, മനസ്സ് എന്താണ്, ഇവ ഒന്നും ഇവ ഓരോന്നും ഞാനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും? സത്ത, സത്യം, മനസ്സ്, ഞാനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും? ഇപ്പോഴത്തെ അനുഭവം, നമ്മുടെ ഇപ്പോഴത്തെ അനുഭവം മനസ്സുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ഇപ്പോഴത്തെ, അതായത് വിവേക ബുദ്ധിയും നിരീക്ഷകനെ ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ തെറ്റിദ്ധാരണകളും മറ്റേ ആശയങ്ങളും ആശകളും പിന്നെ സംഘർഷങ്ങളും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രസന്റിൽ നിന്ന് ഓരോ നിമിഷവും നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അനുഭവം മനസ്സുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ ഞാൻ ആ മനോതലത്തിലാണ് നിൽക്കുന്നത്. സത്തയുമായോ സത്യവുമായോ ബന്ധപ്പെട്ടിരിക്കണം ഇല്ല എന്ന് അതും അവൻ അറിയണം. ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അറിയണം. അറിയുന്നതാണ് സത്യം. ചില സാധകർക്ക് അവരുടെ സത്യം മനസ്സിലാവുന്നുണ്ടായിരിക്കാം, ചിലർക്ക് പറ്റൂല. അത് വേരി ചെയ്യുന്നു. അതായത് അവരുടെ മനോതലം എങ്ങനെയാണോ എന്ന് അവർക്കറിയാം. അതനുസരിച്ച് അവർ ചെയ്യുന്ന ഓരോ കാര്യം, അവർ പിന്നെ സിറ്റുവേഷൻസ് they find themselves in, അതനുസരിച്ച് അവർക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പോ അല്ലാത്ത പക്ഷം ഇപ്പൊ ഇത്രയും പറഞ്ഞു വന്ന ആ ലെവലിൽ വെച്ച് നോക്കിയാൽ മനോതലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ സത്യവുമായോ സത്യവുമായോ ബന്ധപ്പെട്ട് ഇരിക്കുന്നില്ല എന്ന് അറിയുന്നു. അത് അറിയുന്നതാണ് സത്യം. അത് അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് സത്യത്തെ അറിയൽ. സത്യത്തെ അറിയുന്ന അങ്ങനെ വേണം, അറിഞ്ഞുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ ഈ നിമിഷത്തിൽ നിന്ന് ഓരോ നിമിഷത്തിലെ സത്യം, നമ്മുടെ ഉള്ളിലുള്ള സത്യം അറിഞ്ഞുകൊണ്ടിരിക്കണം. അവനവനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കണം. ത്രൂ ദാറ്റ് വിവേക ബുദ്ധി അല്ലെങ്കിൽ നിരീക്ഷകൻ, ഡിസേണിങ് മൈൻഡ് അല്ലെങ്കിൽ എന്താണ് പറയാ, പെർസീവർ എന്ന് പറയും. അപ്പൊ നിരീക്ഷണം ഈ നിമിഷത്തിൽ നടക്കുമ്പോൾ വിവേക ബുദ്ധി പലർക്കും
ഈ നിമിഷത്തിൽ സംഭവിക്കാറില്ല അങ്ങനെ ഒരു കാര്യം. അത് നമ്മൾ അത്രയും അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അത് അതായത് വിവേകബുദ്ധിയും നിരീക്ഷകനെയും പിന്നെ ശരിക്കും ആ ലെവലിൽ പോയാലാണ് അത് അറിയുന്നത്. അപ്പൊ ഗുരുജിയുടെ ആ പോയിന്റാണ് നിരീക്ഷണം. ഈ നിമിഷത്തിൽ നടക്കുമ്പോൾ വിവേകബുദ്ധി പലർക്കും ഈ നിമിഷത്തിൽ സംഭവിക്കാറില്ല. നിരീക്ഷണം കഴിഞ്ഞിട്ടാണ് വിവേകബുദ്ധി സംഭവിക്കുന്നത്. എന്നാൽ വിവേകബുദ്ധിക്ക് മനസ്സ് ഈ നിമിഷത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. എങ്കിൽ മാത്രമേ, അങ്ങനാണെങ്കിൽ, അതായത് ആ വിവേകബുദ്ധിക്ക് അങ്ങനെ പ്രവർത്തിക്കാമെങ്കിൽ എങ്കിൽ മാത്രമേ ഈ നിമിഷത്തിൽ പ്രവർത്തിക്കുന്ന നിരീക്ഷകനിൽ അവന് എത്തിച്ചേരൂ. അപ്പൊ ആദ്യം നമ്മൾ എന്തോ ആർജിച്ചെടുക്കണം. ആ വിവേകബുദ്ധിയിൽ നിലനിൽക്കാൻ, ഈ നിമിഷത്തിലെ വിവേകബുദ്ധിയിൽ നിലനിൽക്കാൻ അത് കുറച്ചുകൂടി ഈസിയാണ്. മനസ്സിന്റെ കൂടെ നിൽക്കുന്നതാണ്, തിരിച്ചറിയാൻ, മനസ്സിനെ തിരിച്ചറിയാൻ അവിടെ നിൽക്കുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെ ആ ലെവലിൽ വന്നിട്ട് തുടക്കത്തിലൊക്കെ പലരും ചെയ്തത് ആ ലെവലിലായിരിക്കും. നമ്മുടെ സാധകരിൽ 20-25 ഇയേഴ്സ് അവർ ആ രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുറെ കാലം അങ്ങനെ ശീലിച്ചു പോയാലേ ഉള്ളൂ പിന്നെ ആ നിരീക്ഷകന്റെ ലെവലിലോട്ട് ഉയരാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ ഒന്നുകൂടെ കൺഫേം ചെയ്തു. മനസ്സ്, സത്ത, പിന്നെ ഞാൻ എവിടെ, ഞാൻ മനസ്സായിട്ട് നിൽക്കുന്നുണ്ട്, ആ സത്യം മനസ്സായിട്ട് നിൽക്കുന്നുണ്ട്, ആ സത്യത്തിലും നിൽക്കുന്നുണ്ട്, ഞാനും ഉണ്ട് ഇവിടെ. അവിടെ ആ മൂന്നും ഉണ്ട് ഇവിടെ. സത്തയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. മനസ്സാണ് ഞാൻ. ലാസ്റ്റ് പാരഗ്രാഫ് ഗുരുജി എഴുതിയിരിക്കുന്നത് മനസ്സാണ് ഞാൻ. ഓരോ മൂമെന്റ്, ഓരോ നിമിഷവും ഞാൻ അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സംഭവമല്ല അറിയുന്നത്. കാരണം ഈ അറിയുന്നത് ഭൂതകാലത്തും ഭാവിയിലും ഉണ്ടാവുന്ന ഓരോരോ മൂമെന്റ്സ്, പ്രസന്റ് മൂമെന്റ്സ് ആണ്. അപ്പൊ തൊട്ട് തന്നെ പ്രസന്റ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പ്രസന്റ് മൂമെന്റ് നിൽക്കുന്നു, ഭാവിയിലും പോകും ആ പ്രസന്റ് മൂമെന്റ്. അങ്ങനെ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ ഇത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണിത്, സത്യത്തിൽ നിൽക്കുന്നത്. അപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സത്യം. ഓരോ മൂമെന്റില് ഞാൻ എന്റെ മനസ്സിനെ കുറിച്ചോ എന്റെ ഉള്ളിലത്തെ സത്യത്തിനെ കുറിച്ചോ പിന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സത്യം. ഞാൻ സത്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അതറിയണമെങ്കിൽ വിവേകബുദ്ധിയും നിരീക്ഷകനാലും ആണ് അത് നടക്കുന്നത്. ഇവരെ ഹെൽപ്പും കൊണ്ടാണ്. അപ്പം കണ്ടോണം, ഞാനിനെ അറിയാന്, മനസ്സിനെ അറിയാന്, എൻ്റെ ഉള്ള സത്യത്തിനെ അറിയാന്, ഇത് മൂന്നും എന്നിൽ ഉള്ളതാണ്. അതിനെ അറിയണമെങ്കിൽ വിവേകബുദ്ധിയും നിരീക്ഷകനും വേണം. അപ്പോഴാണ് ആ ഞാനിനെയും സത്തയും നിരീക്ഷകൻ ബന്ധപ്പെടുത്തി തരുന്നത്. ഇപ്പോ ആ ഞാനെന്ന് പറയുന്നത് മനോതലത്തിൽ നിന്ന് കടന്ന് ധ്യാനാത്മക മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു സൈലന്റ് മൈൻഡ് വന്നിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് വിവേകബുദ്ധി ഉയർന്നിട്ടുണ്ടെങ്കിൽ, നിരീക്ഷകനും ആയിട്ടുണ്ടെങ്കിൽ, അതായിരിക്കും ഈ ഞാനിന്റെ അവസ്ഥ. ആ തരത്തിലായിരിക്കും നിൽക്കുന്നത്. നിരീക്ഷകനുമായിട്ടുണ്ടെങ്കിൽ ആ തരത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പോഴാണ് ആ ഞാനിനെയും സത്തയും നിരീക്ഷകൻ ബന്ധപ്പെടുത്തി തരുന്നത്. അപ്പം സത്തയെയും എന്നെയും ആ നിരീക്ഷകനാണ് ഗുരുവിന്റെ ഹെൽപ്പാൽ അതും വേണം ബന്ധപ്പെടുത്തി തരുന്നത്. നിരീക്ഷകനാണ് ഞാനിനെ മനസ്സിൽ നിന്ന് ശുദ്ധമാക്കി തരുന്നത്. അതുവഴി ശുദ്ധമായ മനസ്സാണ്, അത് വേണം. അതുവഴി അപ്പൊ സൈലന്റ് മൈൻഡ് ആകും. അപ്പോഴാണ് ഹൃദയം ശുദ്ധമാകുന്നത്. പ്രയത്നമില്ലാതെ ആ ആത്മീയ ഹൃദയം ലഭിക്കും. ഇനി മാറുവാൻ
മാറേണ്ടതൊന്നുമില്ല. ആ ലെവലിലോട്ട് എത്തുമ്പം വിവേക ബുദ്ധിയാൽ മാറ്റാനായി പിന്നെ മാറേണ്ടതായി ഒന്നും ഇല്ല. പിന്നെ അത് അറിയുന്നത് കൊണ്ട് സത്യത്തെ അറിയുന്നു. വേറെ ഒരു മാറ്റത്തിനും വിധേയം ആവേണ്ട നമ്മൾ. അപ്പൊ ആ ലെവലിൽ ചേഞ്ച്ലെസ് സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ സത്യത്തെ ആ ഒരു തലം മാറേണ്ട അവസ്ഥയില്ല എന്ന് പറയുന്നത് അത് ഒരു സത്യത്തെ അറിയുന്ന ഒരു അവസ്ഥയാണ്. നമ്മളത് അറിയണം. ആ അവസ്ഥ അവെയറായിരിക്കണം അതിനെ കുറിച്ച്. അതും സത്യത്തിനെ അറിയുന്നതാണ്. അങ്ങനെയുള്ള ഞാനും മാത്രം സത്തയെ അറിയുള്ളൂ. ആ ഞാനാണ്, സത്താണ് എല്ലാം എന്ന് അറിയുന്നത്. അപ്പോഴാണ് മനസ്സ് ആഗ്രഹവും പിന്നെ ആശയങ്ങളും ഒന്നും ഇല്ലാതെ ശാന്തനാകുന്നത്. അപ്പോൾ മാത്രമാണ് സത്യവും ഞാനും മനസ്സും എവിടെ നിലനിൽക്കുന്നതെന്ന് കൃത്യമായി ചിന്തകന് മനസ്സിലാക്കുന്നേ ഉള്ളൂ. അപ്പൊ എവിടെയാണ് അവർ നിൽക്കുന്നത്? ഈ സ്റ്റേറ്റും എൻ്റെ ഒരു പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സാധകൻ ഏത് പാതയിലാണ്? നമ്മൾ ഓരോരുത്തരും ഈ 3 സ്റ്റേജ് ഘട്ടം കടന്നു പോകുന്നതാണ്. അതായത് നമ്മുടെ പിന്നെ മീ ടു മീ പേഴ്സണാലിറ്റിന്ന് ആ റിയൽ ഐ ലെവലിലോട്ട് പോകുന്ന ആ പാതയിൽ പിന്നെ ഈ നിമിഷത്തിൽ നിൽക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ട. ഈ ട്രാൻസ്ഫോർമേഷൻ ഈ 4 തലത്തിൽ കടന്നു കൊണ്ടുപോകുന്ന 3 തലത്തിൽ കടന്നുകൊണ്ട് 4ാമത്തെ നമ്മൾ എത്തിയില്ല. ഈ 4 തലത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നു, ആ ഹയർ ലെവലിലോട്ട്. സത്ത എന്ന് പറയുന്നത് ഇസ് ദ റിയൽ ഐ, മറ്റേ മനസ്സെന്ന് പറയുന്നത് ഇസ് ദ ലോവർ മീ, അതായത് പേഴ്സണാലിറ്റി തലത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷനില് നമ്മൾ ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് ഈ ചിന്തകന് എന്തോ മനസ്സിലാകും? ഇതെല്ലാം ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് എന്താ ഉണ്ടാവുന്നത്? ഒരു സ്റ്റേറ്റ്, അത് നിലനിൽക്കുന്നത് പ്രസന്റ് മോമെന്റിലാണ്. അതാണ് ആ നിരീക്ഷകനാണ് ഇതിന് നമ്മൾ ഈ 4 സ്റ്റേജസും പിന്നെ എന്താണ് ഒരു ചോദ്യമുണ്ടല്ലോ, അതിനകത്ത് ഒരു ചോദ്യം കുറിച്ച് ചോദിച്ചത് എന്തായിരുന്നു? ബന്ധമുണ്ടെങ്കിൽ, ഇവ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ, ഈ 4 സ്റ്റേജസ് ഘടകങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഇവയെ ബന്ധിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? ബന്ധിപ്പിക്കുന്ന ഘടകം ഈ 4 സ്റ്റേജും അറിയാൻ നമ്മൾ ഉപയോഗിച്ച വിവേക ബുദ്ധി അല്ലെങ്കിൽ നിരീക്ഷകൻ അതാണ് ബന്ധിപ്പിക്കുന്നത്. അത് നിലനിൽക്കുന്നത് ഡെഫിനറ്റ്ലി ഇൻ ദ നൗ, പ്രസന്റില്, ഈ നിമിഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോ സത്തയും ഈ മിനിറ്റിൽ എല്ലാം അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോം ചെയ്ത് അങ്ങനെ ഞാനും സത്തയും ഒന്നാവുമ്പം ഈ നിമിഷത്തിലാണ് നിലനിൽക്കുന്നത്. ഹരിയോ, എല്ലാവർക്കും ഇത് സാധിക്കട്ടെ. ഇത് കുറച്ച് നമുക്കാർക്കും ആ ഉന്നതതലത്തിലോട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ട് അല്പം ഇതായിട്ട് തോന്നും. പക്ഷെ വളരെ പോസിറ്റീവായിട്ടിരുന്ന് നമുക്ക് നമ്മുടെ സാധന ചെയ്ത നിരീക്ഷണ തലത്തിൽ എല്ലാ സാധകർക്കും നിലനിൽക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുപാദങ്ങൾ ഇത് സമർപ്പിക്കുന്നു. ഹരിയോ. ഹരിയോം. സത്ത, സത്യം, ഞാൻ, ഈ 3 വിഷയങ്ങളും നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ഇത് സൗമ്യമ്മ പറഞ്ഞ പോലെ സാധകൻ്റെ യാത്രയുടെ ഘട്ടങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള എനിക്ക്, അതായത്
മനസ്സുമായിട്ട് നിൽക്കുന്ന എനിക്ക് ഇവയെപ്പറ്റി ചിന്തിച്ചേ മതിയാകൂ. ഇപ്പോൾ ഉള്ള എന്നെ ഞാൻ നോക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ്? എന്നിൽ മാറ്റങ്ങളുടെ ഒരു നിര തന്നെ ഓരോ നിമിഷവും സംഭവിക്കുകയാണ് എന്നാണ്. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ നിമിഷവും. ഇപ്പോൾ ഉള്ള ഞാൻ ഒരു ഫോൾസ് ഐഡൻറ്റിറ്റിയിലാണ്. യഥാർത്ഥ ഞാൻ അല്ല. യഥാർത്ഥ ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയണം. അപ്പം അതിന് ഒരു സാക്ഷിയായിട്ട് നിന്ന് എന്നിലെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ എനിക്ക് നോക്കിയാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ നിമിഷത്തിൽ നിലനിന്നാലേ മനസ്സിനെ നോക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോഴോ അപ്പോൾ മാത്രമാണ് വിവേകബുദ്ധി പ്രവർത്തിക്കുന്നത്. അങ്ങനെ എന്നിൽ എന്ത് സംഭവിക്കുന്നു? പരിണാമങ്ങൾ സംഭവിക്കുന്നു. ഉയർന്ന ചിന്ത കൊണ്ടുവരുമ്പോൾ മാത്രമാണ് മനസ്സിനെ ഇപ്പോഴത്തെ തലത്തിൽ നിന്നും ഉയർത്താൻ സാധിക്കുന്നത്. അപ്പം വിവേകബുദ്ധിയുടെ ആപ്ലിക്കേഷൻ ഉയർന്ന ചിന്തയെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്. ആ ഉയർന്ന ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ വിവേകബുദ്ധി പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മനസ്സിൻ്റെ ചിന്തകളുടെ പുറകെ പോവുകയുള്ളൂ. ഈ വിവേകബുദ്ധിയാണ് നമ്മളിലെ നിരീക്ഷകനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നിരീക്ഷകൻ അല്ലെങ്കിൽ നിരീക്ഷകൻ്റെയോ സത്തയുടെയോ അനുഭവം നമ്മളിൽ ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം മനസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോഴത്തെ മനസ്സിൻ്റെ പിടിയിലാണ് നമ്മൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൻ്റെ കട്ടി കുറയുമ്പോൾ എന്ത് പറ്റുന്നു? അപ്പോൾ മാത്രമാണ് ചുരുങ്ങിയ സമയത്തേക്ക് നമ്മളിൽ സ്വതന്ത്രനായ ആ നിരീക്ഷകൻ ഉണരുന്നത്. കട്ടി കുറയുമ്പോൾ മാത്രം ചെറിയൊരു അനുഭവം കിട്ടും, ആ നിരീക്ഷകൻ്റെ അനുഭവം കിട്ടുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് മനസ്സിനെ നോക്കുന്ന നിരീക്ഷകനുമായിട്ടാണ്. അപ്പം ഈ നിരീക്ഷകൻ കാണിച്ചു തരുന്നത് ഈ നിമിഷത്തിലെ സത്യത്തെയാണ്. എന്നാൽ ഈ നിമിഷത്തെ സത്യത്തിലെ അറിയുക എന്നതും ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? മനസ്സൊരിക്കലും ഈ നിമിഷത്തിൽ നമ്മളെ നിർത്തില്ല. അത് വാസനകളിലൂടെയും ആശയങ്ങളിലൂടെയും എല്ലാം നമ്മളെ കൊണ്ടുപോകും. കാരണം മനസ്സിനെ നോക്കുന്ന നിരീക്ഷകനാണ് നിൽക്കുന്നത് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അത് ആ നിരീക്ഷകൻ എത്രത്തോളം അതിനെ നോക്കാൻ ശ്രമിക്കുന്നുവോ, മനസ്സിനെ നോക്കാൻ ശ്രമിക്കുന്നുവോ, മനസ്സിന് ഇറിറ്റേഷൻ വന്നിട്ട് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളിലേക്ക് അതിൻ്റെ പ്രഭാവം ചെലുത്തും. അപ്പം അതിലൂടെ കടന്നു പോയതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പം തിരിച്ചറിയുന്നത്, അയ്യോ ഞാൻ മനസ്സിൻ്റെ പിടിയിലായിരുന്നല്ലോ എന്നൊക്കെ അറിയുന്നത്. എന്നാൽ മനസ്സിനെ നോക്കുന്ന നിരീക്ഷകന് അവിടെ പ്രഥമ സ്ഥാനം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ സാധിച്ചാലോ, മനസ്സ് പ്രവർത്തിക്കുമ്പോൾ തന്നെ എനിക്കതിനെ നോക്കാൻ സാധിക്കും. ഞാൻ അത് ശ്രദ്ധിക്കും. ഇപ്പം സംഭവിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ചിന്തകളാണ്, മനസ്സിൻ്റെ പ്രഭാവം എന്താ വരുന്നുണ്ട്, ഞാൻ അതിനെ വാച്ച് ചെയ്യണം എന്ന് ആ നിരീക്ഷകനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ മാത്രമേ അവന് മനസ്സിനപ്പുറം സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന നിരീക്ഷകനെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ നിരീക്ഷകനോ സത്തയോട് ചേർന്ന് സത്തയെ നോക്കിയാണ് നിൽക്കുന്നത്. ആ നിരീക്ഷകൻ ഇപ്പോൾ നിൽക്കുന്നത്, നിരീക്ഷകൻ മനസ്സിനോട് നോക്കുന്നു, മനസ്സിനെ നോക്കി കറക്റ്റാക്കി കൊണ്ടുവരുന്നു. അത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആണ് സത്തയെ നോക്കുന്ന നിരീക്ഷകനിലേക്ക് എത്തുന്നത്. ഇപ്പം നിരീക്ഷകൻ ഉണരുമ്പോൾ മാത്രമാണ് നമ്മളിൽ സംഭവിക്കുന്ന ഈ പരിണാമങ്ങളെ, അല്ലെങ്കിൽ ഞാൻ പരിണാമത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം എന്നിൽ ഉറയ്ക്കുകയുള്ളൂ. എന്നിൽ ബോധവികാസം നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അത് അനുഭവിച്ച് അറിയുകയും ചെയ്യുകയാണ്.
അപ്പം ഈ നിമിഷത്തിൽ നിലനിർത്തി എന്നിലെ മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കി മാറ്റിയിട്ട് എന്നിൽ ആത്മീയ ഹൃദയത്തെ ഉണർത്തുകയാണ്. ആര്? നിരീക്ഷകൻ. ഈ നിരീക്ഷകനാണ് ഉണർത്തുന്നത്, സത്യയോട് ചേർന്ന് നിൽക്കുന്ന നിരീക്ഷകൻ. ആത്മീയ ഹൃദയം എന്ത് ചെയ്യുന്നു? എന്നെയും സത്തയെയും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ മാത്രമാണ് ഞാൻ ശാന്തനാകുന്നത്, സ്വാഭാവികതയിൽ നിലനിൽക്കുന്നത്, ഒഴുക്കായിട്ട് മാറുന്നത്, ഫ്രീ ഫ്ലോ ആയിട്ട് ഒന്നിലെ ഒട്ടലില്ലാതെ ആ യാത്ര, സാധകൻ്റെ ആ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് ആ നിമിഷത്തിൽ, ആ ഫ്ലോയിൽ? അപ്പോൾ ഞാൻ എന്നെ പൂർണ്ണമായിട്ടും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഗുരുജി, ഈ പ്രാവശ്യം 4 ടേംസ് ആണ്. ഗുരുജി, നമ്മളെന്നും കേൾക്കുന്നത് തന്നെയാണ്, പക്ഷെ അതിനെ കീറിമുറിച്ച് ഗുരു നമ്മളിലേക്ക് പച്ചയായി ഓരോരുത്തരെ കാട്ടിത്തരുന്നതാണ്. ശൂന്യമായ വാക്കുകളിൽ കൂടി കുറിച്ച് ചെയ്യും. സത്ത, സത്യം, ഞാൻ, മനസ്സ്. ഈ 4 വാക്കുകൾ കൂടിയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്, ഞാൻ സത്യം അറിഞ്ഞവനാണ്, സത്യത്തെ കൈവരിച്ചവനാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സത്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ തത്വമസി, ഞാൻ അതാകുന്നു. ഇങ്ങനെ പല പല ഒന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. പ്രപഞ്ചം, ആ അദ്വൈത സിദ്ധാന്തങ്ങൾ പലതും നമ്മൾ ഈ പല പല ഈ വാക്കുകളിൽ കൂടി നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഗുരു നമ്മളെ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഗുരു പറയുകയാണ്, സത്യമേ ഒന്നേ ഉള്ളൂ, ഞാൻ ആ സത്യമാകുന്നു എന്ന് വെറുതെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ആവർത്തിക്കുന്നത് ആരാണ്? നിന്നിലെ മനസ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. നിന്നിലെ മനസ്സ് എന്ന് കാര്യം പറയാൻ കാരണം, നീ അവിടെ അതിനെ അനുഭവിച്ചിട്ടാണോ പറയുന്നത് എന്ന് നമുക്ക് സ്വയം വിശകലനം ചെയ്യുവാൻ കഴിയുന്നില്ല. അപ്പം ആദ്യത്തെ പടി ഒരു സാധകൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഞാൻ എവിടെ നിൽക്കുന്നു? നിത്യ സാധനയിൽ കൂടി ഒരു സാധകൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇപ്പോൾ നിലനിൽക്കുന്ന എൻ്റെ തലമാണ്. സാധനയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ കൂടി അവൻ സഞ്ചരിച്ചു പോകുമ്പോൾ
അവന് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ജ്ഞാന എന്ന് പറയുന്നത് ചിന്തകളുടെ അല്ലെങ്കിൽ പല പല കാഴ്ചപ്പാടുകളുടെ ഒരു കുംഭാരമാണ്. എനിക്ക് അതിൻ്റെ പുറത്ത് യാതൊരു നിയന്ത്രണവും യഥാർത്ഥത്തിൽ ഇല്ല. ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഇതുവരെ ഭഗവാനെ എനിക്ക് യാതൊരു തിരിച്ചറിവും ഇല്ലാതായി പോയല്ലോ എന്നത്തെ ആദ്യത്തെ ഒരു ബോധമാണ് സാധന തുടങ്ങുമ്പോൾ അവന് കിട്ടുന്നത്. അവൻ ആദ്യമായിട്ട് അവനെ തന്നെ അവൻ കാണാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ഗുരുജി പറയുന്ന അടുത്ത 2 ടേംസ് വരുന്നത്. വിവേക ബുദ്ധി. നിരീക്ഷകനിലേക്ക് നമുക്ക് വരാം. അത് 2 രീതിയിൽ ഗുരുജി പറയുന്നു, വിവേക ബുദ്ധിയും നിരീക്ഷയും. അപ്പൊ ഗുരുജി പറയുന്നത് 2 രീതിയിൽ ഈ ഒരു യാത്രയുടെ കാണ്ഡം നമുക്ക് തിരിക്കാം. ആദ്യം ആ വിവേക ബുദ്ധിയിൽ കൂടി മാത്രമേ നിനക്ക് സഞ്ചരിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം മനസ്സ് പ്രബലമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നിനക്ക് നിന്റെ അനലിറ്റിക്കൽ അല്ലെങ്കിൽ തിരിച്ചറിവിലേക്ക്, അതാണ് നിനക്ക് വിവേചിച്ച് അറിയാനുള്ളത്. ശരി എന്താണ്, തെറ്റെന്താണ്, എന്നിൽ എന്താണ് സംഭവിക്കുന്നത്. അതാണ് അവൻ വിവേകത്തെ അറിഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇതാണ്, ഞാനപ്പോ അനുഭവിക്കുന്ന പ്രശ്നങ്ങള് ഇതൊക്കെ കൊണ്ട്, എന്നിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളൊക്കെ ഇതുകൊണ്ടാണ്. അപ്പൊ ഇതിനെ ആദ്യം തിരിച്ചറിയിക്കുക. എന്നാല് എപ്പോഴാണോ ഒരു സാധകനില് ഈ വിവേചിച്ചറിയലിനപ്പുറം ഒരു നിശബ്ദത കടന്നു വരുന്നത്, നമ്മുടെ അറിയുക മനസ്സടങ്ങിയിട്ടില്ല. മനസ്സ് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ആ മനസ്സിനെ ഈ നിമിഷം നിന്ന് നിനക്ക് കാണുവാൻ കഴിയും. ആരോപണങ്ങളില്ലാതെ വിവേചിച്ച് സത്യം അസത്യം നിത്യം അനിത്യം എന്ന് പറഞ്ഞ് യാതൊരു രീതിയിലുള്ള ആശയങ്ങളുടെയും ഒന്നിന്റെയും പിടിപാടുകളിൽ പെടാതെ നിനക്ക് ആ നിമിഷം നിന്ന് നിന്റെ മനസ്സിനെ നിനക്ക് കാണുവാൻ കഴിയുന്നത്, അതാണ് ഗുരു പറയുന്നത്. തൽക്കാലം നമുക്ക് പറയാം ആ വിവേക ബുദ്ധിയുടെ ഒരു ഉയർന്ന ആ തലമാണ് ആ പറയുന്ന നിരീക്ഷകനും. അപ്പം അത് നമുക്ക് എളുപ്പം സായുക്തമാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ അല്ല. കാരണം ഉള്ളാലെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു സൈലൻസിലേക്ക് നിത്യേനയുള്ള സാധനയും സമർപ്പണത്തിലൂടെയും തീവ്രമായിട്ടുള്ള വിവേക ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഒരു സാധനയിൽ കൂടെ നടന്ന് എത്തുന്ന ഒരു അവസ്ഥയാണ്. അത് അവന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അതാണ് ആ നിരീക്ഷകന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഒരു വീണ്ടും അവിടെ പറയുന്നു, സത്യം എന്ന് പറയുന്ന വാക്ക് സത്യം അറിഞ്ഞവൻ എന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനം തന്നെ തെറ്റാണ്. ഇന്നത്തെ സത്യങ്ങൾ മാത്രമേ ഉള്ളൂ.
അത് അനുനിമിഷം മാറിക്കൊണ്ടേയിരിക്കും. അത് ഭൂത, വർത്തമാന, ഭാവി കാലങ്ങളിൽ പരന്ന് വ്യാപരിച്ചു നിൽക്കും. നമ്മൾ സാധന ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഗുരു എപ്പോഴും പറയുന്നുണ്ട്, ഈ നിമിഷത്തിലെ സത്യത്തിൽ നീ നിലനിൽക്കുക. കാരണം നീ ഒരു യാത്രയിലാണ്. എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ആ യാത്ര, ആ ചെറിയ ഞാനിൽ നിന്ന് ആ ഉയർന്ന സത്യയിലേക്കുള്ള, ബോധത്തിലേക്കുള്ള യാത്രയിലാണ്. ആ സത്യങ്ങൾ നീ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അനുനിമിഷം നീ അതിൽ കൂടെ അറിഞ്ഞു മുമ്പോട്ട് സഞ്ചരിക്കുകയാണ്. അതില് നീ നിന്റെ ആശയങ്ങളും ആരോപണങ്ങളും കൊണ്ടുവരാൻ പാടില്ല. ഒരു പർവ്വതത്തെ നീ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരത്തെ നീ കാണുമ്പോൾ, അതിനെ അതായി കാണും. നിന്റെ വിശകലനങ്ങൾ, നിന്റെ കാഴ്ചപ്പാടുകൾ അതിൽ ചാർത്താതെ ഈ നിമിഷത്തിൽ നിന്ന് നിനക്ക് എത്രത്തോളം അതിനെ കാണുവാൻ കഴിയുന്നു, അത് നിന്റെ നിരീക്ഷകന്റെ അടയാളങ്ങളുടെ മുഖമുദ്രകളായി മാറും. എന്നെ ആ സത്യയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ആ മനസ്സിനെ, ആ നിരീക്ഷകനാൽ എനിക്ക് ശുദ്ധമാക്കുവാൻ കഴിയുമ്പോഴാണ് ഞാനും സത്യവും ഒന്നാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് ഒരു സാധകൻ എത്തുന്നു. അവിടെ ആ ധ്യാനാത്മക മനസ്സ്, ആ ഗുരുഹൃദയം അവനിൽ വിളങ്ങുവാൻ തുടങ്ങുകയാണ്. അവിടെ പ്രയത്നങ്ങളില്ല, പ്രയത്നരാഹിത്യമോ. കാരണം അവിടെ നിൽക്കുന്നത് ആ ആത്മീയ ഹൃദയം. അതാണ് ആ സത്യയുടെ ഉൾക്കാവ്. അവിടെ എല്ലാ വിവേചനങ്ങളും ഇല്ലാതെ ആകും. അവിടെ നീയായി തന്നെ നിൽക്കും. എല്ലാവർക്കും അസത്യത്തിലേക്ക് ഒരുമിച്ച് ഗുരുപാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയട്ടെ. ഹരി ഓം. ഓം ഗുരുഭ്യോ നമഃ. ഒരു സാധകന്റെ സാധനാ ജീവിതത്തിലെ ചവിട്ടുപടികളുടെ സൂക്ഷ്മതയിലോട്ടാണ് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. തുടക്കക്കാരൻ എന്ന നിലയിലെ ഒരു ഗുരുവുമായിട്ട്, നമ്മൾ ബോധപ്രാപ്തനായിട്ടുള്ള ഗുരുവുമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നെങ്കിൽ, നമ്മൾ തുടക്കത്തിൽ ഗുരുവിൻ്റെ അടുത്ത് എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് മനസ്സിന്റെ ഭാഷയാണ്. അത് ഗുരുവിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ അദ്ദേഹം ഒരിക്കലും നമ്മളെ തന്നെ കഴിക്കുന്ന രീതിയിൽ തുടക്കത്തിൽ ഇടപെടില്ല. പക്ഷേ അദ്ദേഹം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിന്റെ ആ പ്രൊജക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം സൈലന്റ് ആയിട്ട് നിശബ്ദനായി കേട്ട ശേഷം അദ്ദേഹം നിശബ്ദനാവും. ആ നിശബ്ദനാവുന്ന ചില മോമെന്റുകളിൽ അദ്ദേഹം ഫോൺ വച്ച് കഴിയുമ്പോൾ നമ്മളിൽ ഒരു സാധനം ഉണരും. അതാണ് വിവേക ബുദ്ധി. അതാണ് ഗുരുജി തുടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു സാധകനിലെ അത് അപ്പം ഉണരില്ല. അപ്പം മനസ്സിന്റെ സംസാരിച്ച് കഴിഞ്ഞ് ഗുരുജി
എല്ലാം നിശബ്ദനായി കേട്ട് എല്ലാം കഴിഞ്ഞ് വയ്ക്കുന്ന നിമിഷത്തില് ഒരു സംഭവം നമ്മളിൽ ഉണരുന്നതാണ് വിവേക ബുദ്ധി. പക്ഷേ അതൊക്കെ താൽക്കാലികം മാത്രമാണ്. വീണ്ടും നമ്മൾ മനസ്സിന്റെയാണ്. അപ്പോൾ ഗുരുജി വീണ്ടും പറയാണ്, കാരണം നിൽക്കുന്ന തല മനസ്സിലാക്കൂ, ഇപ്പം മനസ്സിന്റെ കൂടെയാണ്, മനസ്സിന്റെ പ്രവർത്തനത്തിലാണ്. അതാണ് ഞാനിപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ചിന്തകളോടൊപ്പം ഉള്ളതാണ്. അപ്പൊ അതിനെ ഒഴിവാക്കി വെച്ചിട്ട് ആന്തരികമായിട്ട് ആ ചിന്തകളോടൊപ്പം നടന്നിട്ട് വെളിയില് വേറൊരു പ്രൊജക്ഷൻ വെച്ച് അഭിനയിച്ചിട്ട് കാര്യമില്ല. അതാണ് എന്റെ സത്യം, എന്റെ അകത്ത് നടക്കുന്ന സത്യം അതാണ്. അപ്പം ആ സത്യത്തെ തുടക്കത്തിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ പോണം. അപ്പം ഓരോ നിമിഷവും പല തരത്തിലുള്ള ചിന്തകൾ, നമുക്ക് ആ ചിന്തകൾ നിരീക്ഷിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു, എന്റെ ചിന്തകളായിട്ടാണ് പ്രൊജക്ഷൻ വരുന്നത്. അതായത് ലോവർ ഐയിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് ആ റിയൽ സത്തയിലേക്ക് പോണം. പക്ഷെ ആ യാത്രയുടെ തുടക്കക്കാരനാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാതെ വന്നത് മുതൽ തന്നെ ഞാൻ കയറിയിട്ട് ഹയ്യർ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്റെ സത്ത, ഞാൻ നിൽക്കുന്ന തലം ഇതാണ്. ഇവിടെ എന്റെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആന്തരികതയില് പൂർണ്ണ ശാന്തി, ആ ഇതിലേക്ക് സഞ്ചരിക്കുമ്പോഴുള്ള ശാന്തി, ആ നിരീക്ഷകൻ മനസ്സിനെ നോക്കി നിന്ന് കാണൽ എന്ത് തുടർച്ചയായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞു പോകണം. അതിലുള്ള ഉയർന്ന പടികളാണ് ആ ഗുരുബോധം നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നത്. ആ തലത്തിലോട്ടൊന്നും പറയാനുള്ള വാക്കുകളുടെ പ്രാപ്തി എനിക്കില്ല. ഇപ്പൊ ലോവർ ഇതിൽ നിന്ന് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ ഗുരുവിന്റെ അഗാധമായിട്ട്, അത് ആരായാലും കൂടെ നിൽക്കുന്നെങ്കിൽ ആ ഗുരുവിന്റെ, നമ്മൾ സ്ഥിരമായിട്ട് ഗുരു വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ ഒരു തുടക്കക്കാരനായ ഏതൊരു സാധകനും ആ ഗുരുബോധത്തില് പലപ്പോഴും നമ്മൾ പ്രസന്റ് മൂമെന്റിൽ ഗുരുവിന്റെ അടുത്ത് നിൽക്കും. പക്ഷെ അകന്ന് നിൽക്കുന്നെങ്കിൽ പോലും നമ്മുടെ വിവേക ബുദ്ധി ഉണർത്തുന്ന പല സന്ദർഭങ്ങളും ഗുരു നമ്മൾ അറിയാതെ ഒരുക്കി തന്നുകൊണ്ടേയിരിക്കും. ആ ഒരു തിരിച്ചറിവാണ് അത് ഒരു തുടക്കക്കാരന് സാധകന് കിട്ടുന്ന ആ ഒരു ഗ്രേസ് ആണ്. അപ്പോ അത്തരത്തില് കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ സിറ്റുവേഷനെ പൂർണ്ണമായും മനസ്സിലാക്കുക. ഉയർന്ന ആ നിരീക്ഷകനിലേക്കും ഉയർന്ന വിവേക ബുദ്ധിയിലേക്കും ആ സത്തയിലേക്കുമുള്ള സഞ്ചാരം ആ ഗുരുബോധം നമ്മളിൽ എല്ലാവരിലും സാധ്യമാക്കട്ടെ. ഹരി ഓം.